നേപ്പാൾ പ്രളയത്തിൽ 33 പേരെ മലയാളികളായി കാണാതായിട്ടുണ്ട്. 288 ഇന്ത്യക്കാരെയാണ് ഇതുവരെ കാണാതായത്. മരണസംഖ്യ 270 ഉയർന്നു. ഹെലികോപ്റ്റർ വഴി രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. ഇന്ത്യ നേപ്പാളിലേക്ക് കൂടുതൽ സഹായം എത്തിക്കും. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബിൾ, വല്ലാത്തൊരവസ്ഥയാണ്, വലിയ ദുരന്തമാണ്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നേപ്പാൾ. മരണസംഖ്യ ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എത്ര ഇന്ത്യക്കാർ അവിടെയുണ്ട്, എത്ര മലയാളികളുണ്ട്, കൃത്യമായ കണക്ക് ലഭ്യമാകാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഇതൊക്കെ ഏകോപിപ്പിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ് നോബിൾ? നേപ്പാളിലെ സാഹചര്യം ഏറെ ദുഃഖകരമാണ്, സങ്കീർണമാണ്. വലിയൊരു മിന്നൽ പ്രളയമാണ് ഇന്നലെ ഉണ്ടായത്. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തത്തിലൂടെയാണ് നേപ്പാൾ ജനത കടന്നു പോകുന്നത്. ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്നുണ്ട്. 1000-ലധികം ആളുകൾ ഇപ്പോഴും കാണാമറയത്താണ്. 2000-ന് മുകളിൽ ആളുകളെങ്കിലും കാണാനില്ല എന്നുള്ള തരത്തിലൊക്കെ ഇപ്പോൾ ശശി തരൂരൊക്കെ അല്പസമയം മുൻപ് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. സായ് കുമാറാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സായ്, എന്താണ് ഇപ്പോൾ നേപ്പാളിലെ സാഹചര്യം? ഷിഹാസ്, ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ 288 പേരാണ് കാണാമറയത്തുള്ളത്. 177 ആകെ മരണസംഖ്യ എന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. 270 മരണസംഖ്യ എത്തുകയും ചെയ്തു. ഇപ്പോൾ 288 പേരെ കാണാതായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അതിൽ 33 പേർ മലയാളികളാണ് എന്നുള്ളതാണ്. 273 പേർ ഇന്ത്യക്കാരാണ്. തൃശ്ശൂലി 1 ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിരുന്നവരാണ് ഈ കാണാതായ 288-ൽ 200 ഇന്ത്യക്കാർ. അത് പ്രൊജക്ട് തലവനുമായി ഇന്ത്യൻ എംബസി ബന്ധപ്പെടുന്നു. കാണാതായവരെ കണ്ടെത്താൻ തീവ്ര ശ്രമം തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 85 പേരെ കുറിച്ച് വിവരം ഇല്ല എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അല്പം മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഒരു സംഘം ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഇഷ ഫൗണ്ടേഷന്റെ ഭാഗമായവരിൽ കുറെ അധികം ആളുകളെ കാണാതായിട്ട് അതിൽ കൂടുതലും വിദേശ പൗരന്മാരാണ് എന്ന് പറയുന്നു. പക്ഷെ അതിലും ഇന്ത്യൻ സംഘമുണ്ട്. ഏകദേശം 200ഓളം പേർ ഇതിനോടകം ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പർ ഇന്നലെ മുതൽ തന്നെ നൽകിയിരുന്നു. അതിൽ 200ഓളം പേർ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം, ചൈനീസ് ഭാഗത്ത് നിന്നും ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനവും വലിയ രീതിയിൽ തുടരുന്നുണ്ട്. 2 വിമാനങ്ങളിലായി ഏകദേശം 47 ടൺ വസ്തുക്കൾ ഇതിനോടകം ഇന്ത്യ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതാണ്. അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ലോകരാജ്യങ്ങൾ എല്ലാവരുടെയും സഹായഹസ്തങ്ങൾ നേപ്പാളിനായി നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രയും വേഗം ശരിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഷിഹാസ്, ശരി. സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നോബിൾ മാരിക്കാരിലേക്ക് കൂടി പോവുകയാണ്. നോബിൾ, അപ്പോൾ ഈ കാണാതായവരുടെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ നേപ്പാൾ ടൂറിസം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ മൊത്തം കാണാതായവരുടെ എണ്ണം 644 എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യക്കാർ എത്ര പേരുണ്ട്, ഒപ്പം കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ട്, അത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാണോ നോബിൾ? ഷിയാസ്, ഇപ്പോൾ നേപ്പാൾ ടൂറിസം ബോർഡ് കാണാതായ ആളുകളുടെ പട്ടികയും വിവരങ്ങളും പുറത്തേക്ക് വിടണം. മൊത്തം 644 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇതിൽ 178 ഇന്ത്യക്കാർ ഉണ്ട് എന്ന് ടൂറിസം ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരു പ്രാഥമിക കണക്ക് മാത്രമാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തെ പ്രസ് മീറ്റിൽ 288 ഇന്ത്യക്കാരെ കാണാനില്ല എന്തായിരുന്നു രൺദീപ് ജയ്സ്വാൾ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത്. അതിൽ 33 മലയാളികൾ അടക്കം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മലയാളിക്കൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിൽ ബംഗാളിൽ നിന്ന് 32 പേരുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ആളുകളുടെ എണ്ണം ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ 85 പേരെ കാണുന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണെങ്കിലും നേപ്പാളിന്റെ ഒരു കണക്ക് പ്രകാരം, അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരമാണ് ഈ പറഞ്ഞ 278 ഇന്ത്യക്കാരെ കാണാനില്ല എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ പറഞ്ഞ മരണങ്ങളുടെ കണക്കിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ഇല്ല എന്ന്, അത്തരത്തിൽ കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണ നമ്പറുകളുടെ കാര്യത്തിൽ ഇല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. മൊത്തം 270 മരണങ്ങൾ ഇപ്പോൾ സംഭവിച്ചു എന്നാണ് ഇക്കാര്യത്തിൽ. എന്താണെങ്കിലും നേപ്പാൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, നേപ്പാളത്തെ മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ 644 പേരെ കാണാനില്ല എന്ന് പറയുമ്പോൾ അതിൽ 288 പേർ ഇന്ത്യക്കാരാണ് തന്നെ ആണ് നമുക്ക്
ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ ആളുകളെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കാരണം ആശയവിനിമയ സംവിധാനങ്ങൾ ടെലിഫോൺ ആകട്ടെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളാകട്ടെ എല്ലാം താറുമാറായി കിടക്കുകയാണ്. പലരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ ടെലിഫോൺ ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ ബന്ധപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇതിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതിൽ 33 പേർ മലയാളികളാണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആളുകളിൽ നേരത്തെ കുറേ ആളുകൾ കേരളത്തിൽ ബന്ധപ്പെട്ടു എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു കൃത്യമായൊരു ഏകീകരണം, അത് കൃത്യമായൊരു നിരീക്ഷണത്തിന്, കൃത്യമായൊരു ക്രോഡീകരണം ആവശ്യമായുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ ഇന്ത്യക്കാരടക്കം അവിടെ കുടുങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നോബിൾ, അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടാവാൻ, ഒരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനകളും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടോ? കാരണം ഈ രക്ഷാപ്രവർത്തനത്തെയൊക്കെ ബാധിക്കുന്ന ഇനി മുന്നോട്ട് ഏത് തരത്തിലായിരിക്കും നേപ്പാളിലെ ഒരു കാലാവസ്ഥ എന്നുള്ളതല്ലേ? തീർച്ചയായും കാലാവസ്ഥ അടക്കം പ്രതികൂലമാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനത്തിലേക്ക് ബാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല റോഡുകൾ, പാലങ്ങളൊക്കെ തകർന്ന സാഹചര്യമുണ്ട്. അതും രക്ഷാപ്രവർത്തനം ഏറെ പ്രതികൂലമായാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നടപടികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പാലങ്ങളും റോഡുകളും പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ എത്രയും വേഗം ഈ പറഞ്ഞ പോലെ ഈ രക്ഷാപ്രവർത്തനം അടക്കം വേഗത്തിലാക്കാൻ കഴിയുള്ളൂ. പലയിടത്തും വെള്ളപ്പൊക്കം, അതോടൊപ്പം മണ്ണൊലിച്ചിലൊക്കെ ഇപ്പോഴും തുടരുന്നത്. മുന്നറിയിപ്പുകളുണ്ട്, പലയിടത്തും മഴവെള്ളപ്പാച്ചിലിനൊക്കെ സാധ്യത ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. ആ പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണെങ്കിലും അതീവ ജാഗ്രത ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യമടക്കം രംഗത്തുള്ളത്. നോബിളപ്പോൾ ഈ ഇന്ത്യ നിരന്തരമായി നേപ്പാളിലെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുന്നുണ്ടാവും. കാരണം ഇന്ത്യക്കാർ അത്രയധികം ആളുകളെ കാണാനില്ല, പലരുമായും ബന്ധപ്പെടാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഒരു ഏത് നിമിഷവും എല്ലാ സമയത്തും ഇന്ത്യയുടെ ഒരു ശ്രദ്ധ ഇപ്പോൾ നേപ്പാളിന് മേലുണ്ട്, കൃത്യമായൊരു സമ്പർക്കം പുലർത്തുന്നുമുണ്ട് അല്ലേ നോബിൾ? സായ്കുമാറിലേക്ക് പോകാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സായ്കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. സായ്, അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്താണ്? കാരണം നേപ്പാളിലേക്ക് ഇന്ത്യക്കാരുടെ ഓരോ കണ്ണും നേപ്പാളിന് മുകളിലാണ്. നമ്മുടെ പ്രാർത്ഥനകളുണ്ട്, നമ്മുടെ സഹായം കൃത്യമായി തന്നെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2 വിമാനങ്ങളിൽ ടൺ കണക്കിന് അവശ്യ സാധനങ്ങൾ നേപ്പാളിലേക്ക് അയച്ചു കഴിഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും വേഗം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച്, കാരണം റോഡുകളും പാലങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. ഒരു നാടപ്പാടെ ഇല്ലാതായി ആയ കാഴ്ചകളാണ്. ആ ഒരു ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ് എത്രമേൽ തുടച്ചു നീക്കുന്ന തരത്തിലേക്ക് ആ നാട് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെയൊക്കെ തിരിച്ചെത്തിക്കുക എന്ന് പറയുന്ന കുറച്ച് നാളെടുക്കുന്നൊരു വലിയൊരു നീണ്ട ഒരു പ്രക്രിയയായി മാറാൻ സാധ്യതയുണ്ടല്ലേ സായി? തീർച്ചയായും ഷിഹാസ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. കാരണം ഇപ്പോൾ ഈ കാണാതായ ആളുകളെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം 288 ഇന്ത്യക്കാരാണ് കാണാമറയത്തുള്ളത്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം മാത്രമാണ്. അതിനേക്കാൾ കൂടാൻ ഉള്ള ഒരു സാധ്യതയുണ്ടോ എന്നതടക്കം ഇപ്പോൾ സംശയിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം. ഇതിനോടകം 21 പേരെ രക്ഷപ്പെടുത്താനായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുന്നത്. അതിൽ ബംഗാളിൽ നിന്ന് മാത്രം 32 പേരെ കാണാതായിട്ടുണ്ട്. ഇതിനോടകം ഇന്ത്യൻ എംബസി തുടങ്ങിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് ഏകദേശം 200ഓളം ഇന്ത്യക്കാർ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ബന്ധപ്പെട്ട ആളുകളുമായി കൃത്യമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തുന്നുണ്ട്. അവരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് തന്നെ തുടരാൻ ഇപ്പോൾ ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാണാതായവരുമായി ഇതുവരെ ബന്ധപ്പെടാൻ, അവരെ എവിടെ വെച്ചാണ് മിസ്സായതെന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ എംബസി ശേഖരിക്കുകയാണ്. അതിൽ തന്നെ 33 പേർ കേരളത്തിൽ നിന്നാണ്, മലയാളികളാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ നിന്ന് പോയ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ വിനോദസഞ്ചാരികളുണ്ട്, ജോലി പോയ ആൾ. ശരീസായി 33 പേർ മലയാളികളാണ്, കേരളത്തിൽ നിന്നാണ്. 273 ഇന്ത്യക്കാർ തൃശ്ശൂലി 1 ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിരുന്നവരാണ് കാണാതായിട്ടുള്ളവർ. പ്രൊജക്ട് തലവനുമായി ഇന്ത്യൻ എംബസിയുമായിട്ടൊക്കെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 85 പേരെ കുറിച്ചാണ് വിവരം ഇല്ലാത്തത്. ഇഷ ഫൗണ്ടേഷന്റെ ഭാഗമായവരിൽ കൂടുതൽ വിദേശികളാണ്. ഇന്ത്യക്കാരും ഈ സംഘത്തിലുണ്ട്. ഏകദേശം 200ഓളം പേർ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് ഭാഗത്തും ഏതാനും ഇന്ത്യക്കാരെ കാണാനില്ല. 2 വിമാനങ്ങളിലായി ഇന്ത്യ ഇതുവരെ 47 ടൺ അവശ്യ വസ്തുക്കൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. കഴിയാവുന്ന തരത്തിലെല്ലാം ഇന്ത്യ നേപ്പാളിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, സഹായിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചതിന് ശേഷം കൂടുതൽ ആളുകൾ ഇനിയും ബന്ധപ്പെടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ത്യ കൂടുതൽ സഹായം എത്തിക്കും, ബെയിലി പാലങ്ങൾ നിർമ്മിക്കും എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.